ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ സൈബി ജോസിന് ബാർ കൗൺസിലിന്റെ നോട്ടീസ്. കേന്ദ്ര നിയമ മന്ത്രാലയത്തിൽ നിന്നുള്ള കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പരാതികളിൽ സൈബി ജോസിന്റെ വിശദീകരണം തേടും. അതേസമയം സൈബി ജോസ് കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ DGP നിയമോപദേശം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചിറമേലുണ്ട്. ശ്രീലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാർ അസോസിയേഷനും ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൈക്കൂലി ജഡ്ജിമാരെ സ്വാധീനിക്കാൻ എന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ബാർ കൗൺസിൽ വിശദീകരണം തേടുമെന്നാണ് വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാർ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിച്ച പ്രാഥമിക റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ഇക്കാര്യത്തിൽ പോലീസ് ഒരന്വേഷണം നടത്തി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവം ഗുരുതരമായൊരു കാര്യമാണെന്നും ഇതേ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നുമാണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസ് വീണ്ടും നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമോപദേശം ലഭിച്ചതിന് ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ബാർ കൗൺസിലിൽ നിയമ മന്ത്രാലയത്തിന് ഒരു കൂട്ടം അഭിഭാഷകർ കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരാതി നൽകിയിരുന്നു. ഈ കൈക്കൂലി വാങ്ങിയ ആരോപിതരായ ഈ അഭിഭാഷകനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു പരാതി നിയമ മന്ത്രാലയം ബാർ കൗൺസിൽ ചെയർമാന് കൈമാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണം തേടാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്നിരിക്കുന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അഭിഭാഷകൻ കൈക്കൂലി വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ജഡ്ജിക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി അഭിഭാഷകൻ കൈക്കൂലി വാങ്ങിയ കേസിൽ ബാർ കൗൺസിൽ ഇടപെടുകയാണ്. സൈബി ജോസിനെതിരെ നടപടിയുമായി ബാർ കൗൺസിൽ മുന്നോട്ട് ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീലക്ഷ്മി ചിറമലാണ് വിവരങ്ങൾ നൽകിയത്.